തിരസ്കാരത്തിന്റെയും മാറ്റിനിർത്തലിന്റെയും കാലങ്ങൾ കടന്ന് 2001 വടക്കൻ പരവൂരിൽ നിന്ന് നിയമസഭാംഗമായ ഒരാൾ സഭാതലത്തിലെ ഇടപെടലിലൂടെ അയാൾ തന്നിലെ പ്രതിഭയെ പ്രകാശിപ്പിച്ചു. ഒപ്പം എത്രമേൽ ചവിട്ടിമതിച്ചാലും ഉയർന്നു പൊന്തുന്ന കാതലുള്ള മരമാണ് താനെന്ന് ചരിത്രത്തിൽ എഴുതി ചേർത്തു. അയാളുടെ പേരാണ് മുഖ്യമന്ത്രി എന്ന വിശേഷണത്തോടൊപ്പം കേരളം ഇനി ചേർത്ത് വായിക്കാൻ പോകുന്നത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ അഥവാ വി.ഡി. സതീശൻ. ആരും വെള്ളിത്തളികയിൽ വെച്ച് നീട്ടിയതല്ല വി.ഡി. സതീശന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം. അധികാര സോപാനങ്ങളിലേക്ക് പടവെട്ടി കയറിയതാണ് ചരിത്രം. കേരളത്തിൽ തെരുവിലെ പ്രകടനങ്ങൾ ഹൈക്കമാൻഡുകളെ തിരുത്തിയ ചരിത്രത്തിലെ രണ്ടാമത്തെ ഏട്. കൗമാരം തൊട്ടേ പ്രസംഗവും സംവാദവുമാണ് നെട്ടൂരിൽ നിന്ന് തേവര സേക്രഡ് ഹാർട്ട് കോളേജ് വഴി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പിച്ചവെച്ച വി.ഡി. സതീശനെ രൂപപ്പെടുത്തിയത്. ആർട്സ് ക്ലബ് സെക്രട്ടറിയിൽ തുടങ്ങി MG സർവകലാശാല യൂണിയൻ ചെയർമാൻ വരെ ആയെങ്കിലും KSU സംസ്ഥാന അധ്യക്ഷനാകാനോ NSU അധ്യക്ഷനാകാനോ സതീശന് കഴിഞ്ഞില്ല. കപ്പിനും ചുണ്ടിനുമിടയിൽ പലതും നഷ്ടമായി. തുടർന്നാണ് ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായത്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് 1996 നോർത്ത് പരവൂരിൽ മത്സരിക്കാൻ വെളിവരുന്നത്. ഇടതുകോട്ടയായ പരവൂരിൽ കന്നി മത്സരത്തിൽ തോൽവി. പരാജയപ്പെട്ടെങ്കിലും സതീശൻ പിന്നീട് ഇന്നുവരെ പറവൂരിൽ നിന്ന് പോയിട്ടില്ല. അവിടെ നിന്ന് പ്രവർത്തിച്ചു. 2001 തന്നെ അധ്വാനം ഫലം കണ്ടു. KM ദിനകരനെ 7792 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. അവിടെ ഒരു മികച്ച സാമാജികൻ പിറവിയെടുക്കുകയായിരുന്നു. ആര്യാടൻ മുഹമ്മദും KM മാണിയും തിരുവഞ്ചൂരും TM ജേക്കബും ഒക്കെയായിരുന്നു അക്കാലത്ത് നിയമസഭയിലെ UDFന്റെ കുന്തമന. എന്നാൽ ട്രഷറി ബെഞ്ചിന്റെ പിന്നിൽ നിന്നുണ്ടായ ലക്ഷ്യവേദിയായ ഇടപെടലുകൾ സഭ ശ്രദ്ധിച്ചു, കേരളവും. അതോടെ വി.ഡി. സതീശൻ എന്ന പാർലമെന്റേറിയനെ നാടറിഞ്ഞു. പിന്നീടങ്ങോട്ട് സഭയിൽ അയാൾ നടത്തിയ ഇടപെടലുകൾ ചരിത്രമാണ്. ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളെപ്പോലും അത്രമേൽ ലളിതമായി സഭാതലത്തിൽ അവതരിപ്പിച്ചു. 2006 പ്രതിപക്ഷ നിരയിലേക്ക് വന്നപ്പോഴാണ് വി.ഡി. സതീശൻ തന്റെ പ്രഹരശേഷി പൂർണ്ണമായും പുറത്തെടുക്കുന്നത്. സഭയ്ക്ക് പുറത്തെ ലോട്ടറി സംവാദത്തിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെ മുട്ടുകുത്തിച്ചത് വഴിത്തിരിവായി. അവിടെ നിന്ന് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ എത്തി നിൽക്കുന്നത്. 2011 UDFന് അധികാരം കിട്ടിയെങ്കിലും വി.ഡി. സതീശൻ മന്ത്രിയായില്ല. ഗ്രൂപ്പ് വീതം വെപ്പിൽ നിലപാടുള്ളവൻ പുറത്ത്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തെ നേരിട്ട തഴയപ്പെടലുകൾ ശീലമായിട്ടുള്ളതിനാൽ എതിർശബ്ദങ്ങൾ ഉയർത്താതെ അയാൾ പിൻവാങ്ങി. സർവ്വസന്നാഹങ്ങളോടും തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുമുന്നണിയെയാണ് ജനം വനവാസനയച്ചത്. പുതിയ കാലത്ത് നേതാക്കൾക്ക് വേണ്ടത് നിലപാടുകളാണെന്നതാണ് സതീശന്റെ രാഷ്ട്രീയ ലൈൻ. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായവും നിലപാടുമുള്ള സതീശൻ സ്വന്തം MLAയുടെ തല്ലുകൊള്ളിത്തരങ്ങൾ പോലും മറച്ചുപിടിച്ചില്ല. ഒപ്പം നിന്നവർ മറുകണ്ഠം ചാടുമെന്ന് അറിഞ്ഞിട്ടും പീഡകരോട് വിട്ടുവീഴ്ച ചെയ്തില്ല. കടലിളകി വന്നാലും എടുത്ത തീരുമാനം മാറ്റില്ലെന്ന അയാളുടെ നിലപാടിൽ കുറ്റക്കാർ പാർട്ടിക്ക് പുറത്തായി. ഇതോടെ ജനനായകനായി മാറിയ വി.ഡി. സതീശൻ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ശൈലി കൂടി എഴുതി ചേർത്തു. കോൺഗ്രസിന് പുറത്തും ആരാധകവൃന്ദത്തെ രൂപപ്പെടുത്താൻ കുറഞ്ഞ കാലം കൊണ്ട് വി.ഡി. സതീശനായി. നിലപാടുകളിലെ ഈ സ്ഥൈര്യമാണ് വി.ഡി. സതീശനെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിച്ചതും.